2019 മാർച്ചിലാണ് വെസ്റ്റേൽ സ്വദേശിയായ വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. വിജിൽ എവിടെ പോയി? വിജിലിന് എന്ത് സംഭവിച്ചു? തിരോധാന കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വിജിലിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് അന്വേഷണവും നിലച്ചു. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വിവരം വരുന്നു. കോഴിക്കോട് സരോവരത്ത് ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ കാണാതായ വിജിലിന്റേതാണ്. മാർച്ച് 24 രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വെസ്റ്റേൽ ചുങ്കം വേലത്തിപ്പടിക്കൽ വീട്ടിൽ KT വിജിൽ സ്വന്തം ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയത്. ഉച്ചയ്ക്ക് ഊണിനെത്താമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ വിജിലിനായി അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരുന്നെങ്കിലും മകനെത്തിയില്ല. രാത്രിയായിട്ടും കാണാതായതോടെ എപ്പോഴും ഒപ്പമുണ്ടാകാറുള്ള സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചെങ്കിലും അവർക്കും വിവരമുണ്ടായിരുന്നില്ല. മകനെ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മറ്റ് വിവരം ലഭിക്കാതിരുന്നതോടെ 2019 ഏപ്രിൽ 4 പിതാവ് വിജയൻ പോലീസിൽ പരാതി നൽകി. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. വിജിലിനെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. വർഷങ്ങൾക്ക് ശേഷം കേസ് അന്വേഷണം വീണ്ടും ആരംഭിച്ചു. അവിടെ നിന്നാണ് കേസിന്റെ ചുരുളഴിയുന്നതും വിജിലിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തിയതും. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചു. പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്ന് സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ് എന്നിവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തുടർന്ന് ഇരുവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. സെപ്റ്റംബറിൽ സരോവരത്തിലെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ അസ്ഥികൾ കണ്ടെത്തി. തലയോട്ടിയുടെ മുകൾ ഭാഗവും ഇടത് കൈയുടെ മുകൾ ഭാഗവും വിരലുകളും ഒഴികെ ബാക്കി ശരീരത്തിലെ മുഴുവൻ അസ്ഥികളുമാണ് സരോവരം തണ്ണീർത്തടത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. 7ാം ദിവസം നടത്തിയ തിരച്ചിലിൽ 7 മീറ്റർ താഴ്ചയിൽ നിന്നാണ് 58 അസ്ഥികൾ കണ്ടെടുത്തത്. ഇപ്പോഴിതാ വർഷങ്ങൾ കൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരമായിരിക്കുന്നു. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നടത്തിയ DNA പരിശോധനയിൽ അസ്ഥികൾ കാണാതായ വിജിലിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു.